അത് നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. കുറച്ച് മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് നാരങ്ങനീരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഫസ്റ്റ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം അളവിൽ ചേർത്താൽ മതി. പിന്നെ നമുക്ക് കറിയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങനീര്, നമ്മുടെ ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത്. അത് ഞാനിവിടെ 4 ടീസ്പൂണാണ് ചേർക്കുന്നത്, ടേബിൾ സ്പൂണിലല്ല കേട്ടോ. പിന്നെ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ഞാനിവിടെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരുപാട് വേണ്ട. ഓക്കെ, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തോ. ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഇതിലേക്ക് ഒരു മസാല നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നമ്മുടെ മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അളവ് പറയട്ടെ. അത് നോക്കിക്കേ, കറുകപ്പട്ട ഞാൻ ഇതാ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കണ്ട കേട്ടോ. കറുകപ്പട്ട കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭയങ്കര ഒരു സ്ട്രോങ് ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കറിയാമ്പൂ, ഒരു 10 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ, ടേബിൾ സ്പൂണിലല്ല എടുത്തേക്കുന്നത്, ടീസ്പൂണിലാണ് എടുത്തേക്കുന്നത്. രണ്ടും 1 ടീസ്പൂൺ. വലിയ ജീരകവും 1 ടീസ്പൂൺ, ചെറിയ ജീരകവും 1 ടീസ്പൂൺ. പിന്നെ കുരുമുളകും 1 ടീസ്പൂൺ. പിന്നെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കുറേ ഉണ്ടെങ്കിലും നമ്മൾ സാധാരണ നമ്മുടെ മസാലകളിൽ ചേർക്കാറില്ല. നമ്മുടെ ജാതിപത്രി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജാതിക്കയുടെ കുരു ഉണ്ടല്ലോ, ആ കുരു എടുത്തിട്ടുണ്ട്. കുരു ഒരുപാട് എടുക്കേണ്ട, അതാ ഇത്രയ്ക്കാണ് എടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ജാതിപത്രിയും ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒരു ജാതിപത്രിയുടെ പകുതി എടുത്താൽ മതി. ഇതിങ്ങനെ പൊടിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നേ. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്കുള്ള മസാലകളായിട്ട് വേണ്ടത്. അപ്പോൾ അത് ഫസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ചൂടാക്കാനുള്ള നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറുകപ്പട്ട ഫസ്റ്റ് ചേർക്കാം. കാരണം നമ്മുടെ ജീരകമൊക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അത് ലാസ്റ്റ് ചേർത്താൽ മതി. ഇപ്പം കറുകപ്പട്ട ചേർത്തു, തക്കോലം ചേർത്തു, കരയാമ്പൂ ചേർത്തു, നമ്മുടെ ജാതിക്കുരു ചേർത്തു, ഏലക്കായ ചേർത്തു, പിന്നെ കുരുമുളക് കേട്ടോ. അയ്യോ, അപ്പോൾ ഇത് ഫസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ സ്പൈസസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ, എപ്പോഴും ചൂടാക്കിയിട്ട് പൊടിക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ശരിക്കും. ചൂടാകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരില്ല. അല്ലാണ്ട് ചൂടാക്കാണ്ട് നമ്മൾ പൊടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ ആ സ്മെല്ല് അങ്ങോട്ട് പുറത്തേക്ക് വരില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കട്ടെ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ജാതിപത്രിയും പിന്നെ 2 ടൈപ്പുള്ള ജീരകമാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ ബേ ലീഫും കൂടിയിട്ട് ചേർക്കണം. ഇനി ഇതിലേക്ക് വേറെ ഗരം മസാലയായിട്ട് വേറെ ഒന്ന് ചേർക്കട്ടെ കേട്ടോ. ഇതാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കണം ഗരം മസാല. ബേ ലീഫ് ഒന്ന് ചെറുതാക്കിയിട്ടിടാം. ജീരകം പെട്ടെന്ന് കരിയൂട്ടാ, ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഈ പാൻ്റെ ചൂടുകൊണ്ട് ഇതിരുന്നിട്ട് ജീരകമൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് ചൂടായിക്കോളും, അല്ലെങ്കിൽ പെട്ടെന്ന് ജീരകം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മസാലകൾ ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഈന്തപ്പഴം ഉണ്ടല്ലോ, കുറച്ച് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഈന്തപ്പഴമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് ഇത് പൊടിച്ചിട്ട് എടുക്കുന്നത്. ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കുന്ന ഈന്തപ്പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്താൽ മതി. അത് ചേർക്കുന്ന സമയമാകുമ്പോൾ ഞാൻ പറയാം. ഒരുപാട് ചേർക്കേണ്ട, ഒരു 2 കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അത് നോക്കിക്കേ. അപ്പോൾ മസാല പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ അതിരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഇതിലേക്ക് ഞാൻ വേറൊരു സാധനവും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. 2 നമ്മുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ, ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഈന്തപ്പഴം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പൊടിച്ചിട്ടിടുക. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈന്തപ്പഴം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ പൊടിക്കണ്ട. അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ കറിയിലേക്ക് ചേർത്താൽ മതി. കാരണം ഭയങ്കര സോഫ്റ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അല്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല കേട്ടോ, സോറി,
നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തത് ഞാൻ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതാണ്. പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. സവോളയൊക്കെ ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഉള്ളതുകൊണ്ട് മൊരിയാൻ വേണ്ടി സമയം എടുക്കും. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് മൊരിയും. ഇതാ നോക്കിക്കേ, ഇപ്പം അത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് സവോളയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 വലിയ സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. സവോള ആയിരുന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഞാൻ നോക്കിക്കേ, ഇപ്പം നമ്മുടെ സവാളയ്ക്ക് മരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ഞാൻ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. ഞാൻ അടുത്തത് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇതാ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ കുമ്പാരം പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ടേബിൾ സ്പൂണിൽ നമ്മുടെ മെഷീൻ സ്പൂണിൽ പഠിച്ചിട്ടുള്ള അളവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും പിന്നെ എക്സ്ട്രാ ഒരു 1/4 ടീസ്പൂണും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. കാരണം കുമ്പാരമായിട്ട് എടുക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ. ഈ മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് മൊരിഞ്ഞോട്ടെ. എല്ലാവരും നന്നായിട്ട് മൊരിയും, കാരണം സവോളയ്ക്ക് നന്നായിട്ട് മൊരിഞ്ഞിരിക്കുകയാണല്ലോ. ഞാൻ അടുത്തതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. കാരണം പല മുളക് പൊടിക്കും എരിവിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. ഞാനിവിടെ ഇത്രയ്ക്ക് ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മസാലപ്പൊടികളെല്ലാനും ഇത് കിടന്നിട്ട് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തത് ചേർക്കുന്നത് തക്കാളിയാണ് ചേർക്കുന്നത്. ഞാൻ അതിലേക്ക് ഇതാ ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. അതിന് അത്രയ്ക്ക് അധികം അങ്ങോട്ട് പുളിയില്ല കേട്ടോ. നല്ല പുളിയുള്ള തക്കാളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വലിയ തക്കാളിയാണ്. അപ്പോൾ തക്കാളി നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഏതായാലും കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം കേട്ടോ. തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. നമ്മുടെ ഗരം മസാല പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇരുന്നിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ പൊടി ഉണ്ടല്ലോ, ഞാൻ 2 ഈന്തപ്പഴം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൊടി ഇട്ടിട്ടാണ് പൊടിച്ചിട്ട് എടുക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടി ഇട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കേണ്ട. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്താൽ മതി. നമ്മുടെ മസാല പൊടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ നല്ല കളറിന് വേണ്ടിയിട്ട് ഒരു 3 കാശ്മീരി മുളക് കൂടിയിട്ട് ചേർത്തിട്ടാട്ടോ മസാല പൊടിച്ചെടുത്തത്. അത് നോക്കിക്കേ, ഇപ്പം നമ്മുടെ സവോള നോക്കിക്കേ, നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ചേർക്കാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ മൂടി വയ്ക്കുക. ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ചിക്കൻ്റെ ആ ജ്യൂസൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാല ഉണ്ടല്ലോ, പൊടിച്ച് വെച്ചേക്കണം മസാല, അത് ചേർക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് വേണം. തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് ചേർക്കാം. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഫസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ വീട്ടിൽ ഒഴിച്ചെടുത്ത തൈരാണ്. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ്റെ ജ്യൂസൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാല ചേർക്കാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു മണമാണ്. ഫസ്റ്റ് ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് ചേർക്കാം. ബാക്കി കുറച്ച് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർക്കാം. കാരണം ഒറ്റയടിക്ക് ഫുള്ളായിട്ടാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് മൂടി വയ്ക്കാം. ചെറിയ തീയിൽ ഇരുന്നിട്ട് വെന്ത് വരട്ടെ. ഇപ്പോൾ തന്നെ നോക്കിക്കുക, അതിൻ്റെ കളറ് നമ്മൾ മറ്റേ ആ കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. കളറ് മാത്രമല്ല ആ മസാല പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ ചെറിയൊരു മധുരവും കൂടിയിട്ട് വരും.
ഈ തീ ഒരുപാട് കുറച്ച് വെക്കണ്ട, കാരണം മസാലയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം, വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാം. സാധാരണ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കഴിഞ്ഞ് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഈന്തപ്പഴം നിങ്ങൾ ഗരം മസാലയുടെ കൂടെ പൊടിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗരം മസാല ചേർത്തില്ലേ, ആ സമയത്ത് തന്നെ ഈന്തപ്പഴം ചേർക്കണം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചിലപ്പോൾ ഇങ്ങനെ കട്ട പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ കറി ഞാനിവിടെ മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് തൈരും കൂടിയിട്ട് ചേർക്കാം. ഇനി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഗരം മസാല ബാക്കിയുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ നിന്ന് ഫുള്ള് ചേർക്കണില്ല, ഇതിൽ നിന്ന് കുറച്ചും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നീ അത് കുറച്ചും കൂടിയും ബാക്കിയുണ്ട് കേട്ടോ, അത് ചെടിക്ക് ചേർക്കരുത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. തൈരായിരുന്നാലും ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഭയങ്കര പുളി ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തൈര് ചേർക്കാം കേട്ടോ. തൈര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില തൈരിന് നല്ല പുളി ഉണ്ടാവും കേട്ടോ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്തോളൂ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇത് ഉലുവയുടെ ഇല ഉണക്കിയതാട്ടോ, അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കുക. ഇത് നാട്ടിലൊക്കെ കിട്ടും, ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടെന്നാണ്, പക്ഷേ ഇവിടെ എല്ലായിടത്തും കിട്ടും അത്. പക്ഷെ നല്ല ടേസ്റ്റ് അത്, നല്ലൊരു ഫ്ലേവർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മസാലയൊക്കെ ആയിരുന്നാലും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതാ നോക്കിക്ക്. അവ നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗരം മസാല ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ചേർക്കരുത്. ആണ് നമ്മുടെ ചിക്കൻ കറി. നിങ്ങൾ ഈ ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും.